ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തൊഴിൽ വീതിയുടെ അതായത് കഴിഞ്ഞ 3 ഘട്ടങ്ങളിൽ നടന്ന അതായത് തൃശ്ശൂർ, പത്തനംതിട്ട അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലകളിൽ നടന്ന എക്സാമിനെ കുറിച്ച് തൊഴിൽ വീതി ഒരു അവലോകനം നടത്തിയിട്ടുണ്ട്. ആ അവലോകനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ അവലോകനം കണ്ട് തൊഴിൽ വീതിയുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് കൂട്ടുകാർ നമ്മളോട് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്തൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ കട്ട് ഓഫ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം വീഡിയോയിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തൊഴിൽ വീതിയുടെ അവലോകനം എന്താണെന്ന് നോക്കാം. നമ്മുടെ 3ാം ഘട്ടത്തിൻ്റെ അവലോകനം തൊഴിൽ വീതി നടത്തിയിരിക്കുന്നത് പ്രദീപ് മുഖത്തല സാറാണ് കേട്ടോ. അതിൻ്റെ മെയിൻ ഹെഡിങ് അവർ പറയുന്നത് 2 ഘട്ടങ്ങളെക്കാൾ എളുപ്പം എന്നാണ് തൊഴിൽ വീതി പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഞാൻ പറയാം. കഴിഞ്ഞ 2 ഘട്ടം LDC പരീക്ഷകളെക്കാൾ എളുപ്പമായിരുന്നു 3ാം ഘട്ടം എന്ന് പൊതുവെ വിലയിരുത്താം. പൊതുവെ പറഞ്ഞാൽ അതികഠിനവും അതിലളിതവുമായ നിലവാരമായതുകൊണ്ട് തന്നെ 65 മുതൽ 70 വരെ മാർക്കിൻ്റെ കട്ട് ഓഫ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രദീപ് മുഖത്തല സാർ പറയുന്നത് 65 മുതൽ 70 മാർക്ക് വരെയാണ് ഈ 3ാം ഘട്ടത്തെ എക്സാമിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കട്ട് ഓഫ് ആയിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോ. അതിന് അദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. വിഷയം തിരിച്ച് അവലോകനം ചെയ്താൽ ഏറ്റവും എളുപ്പമായത് എക്കണോമിക്സും ഭരണഘടനയുമാണെന്ന് കാണാം. 2ലും 7 വീതം ചോദ്യങ്ങൾ എളുപ്പമായിരുന്നു. തൊട്ടുപിന്നിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയുമാണ്. ഈ വിഭാഗങ്ങളിലെ 6 വീതം ചോദ്യങ്ങൾ അനായാസവും ഉത്തരം എഴുതാവുന്നതുമായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഭാഗങ്ങൾ പൊതുവെ എളുപ്പമായിരുന്നു. ഇംഗ്ലീഷും വലുതായി ബുദ്ധിമുട്ടിച്ചില്ല. പ്രധാന നിയമങ്ങൾ അനായാസം എന്ന് പറയാനാവില്ല. കേരള ഭരണപരിഷ്കാരം വിഭാഗത്തിൽ ചോദ്യങ്ങൾ എളുപ്പമാണെന്നും തോന്നാമെങ്കിലും പെട്ടെന്ന് ഉത്തരം എഴുതാൻ കഴിയുന്നതായിരുന്നില്ല. എന്നാൽ സാധാരണ അത്ര കുഴപ്പിക്കാത്ത കല, കായികം, സാഹിത്യം മേഖലകൾ ഇത്തവണ വട്ടം കറക്കി ഉദ്യോഗാർത്ഥികളെ കുറച്ച് വട്ടം കറക്കി. മലയാളം മറ്റ് LDC പരീക്ഷകളെക്കാൾ ബുദ്ധിമുട്ടേറിയതായി. കമ്പ്യൂട്ടർ IT വിഭാഗങ്ങൾ കുറച്ച് പ്രയാസപ്പെടുത്തി. ശരാശരി നിലവാരമായിരുന്നു ഗണിത ചോദ്യങ്ങൾക്ക്. പിന്നെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കുറച്ച് ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത്രേ പറയാനുള്ളൂ. അതായത് തൊഴിൽ വീതി അവർ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ 65 മുതൽ 70 വരെയാണ്. അപ്പം ഈ ഒരു കട്ട് ഓഫ് റേഞ്ച് ഒരിക്കലും ഈ നമ്മുടെ ഈ തൃശ്ശൂർ അതുപോലെ തന്നെ പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിൽ വരാൻ ഒരു ചാൻസും ഇല്ല. പക്ഷേ നമ്മളിപ്പോൾ ഇത്രയൊക്കെ ഇവർ എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പം ഇതിനകത്തു നിന്നൊക്കെ മാർക്ക് കുറയാനാണ് ചാൻസ് കൂടുതൽ. കാരണം നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഇതിനകത്ത് മലയാളം നമ്മൾ സ്ഥിരം ചോദിക്കുന്ന LDC പാറ്റേണുള്ള ചോദ്യങ്ങളല്ലായിരുന്നു മലയാളം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൻ്റെ ഒരു ടഫ്നെസ്സും അതുപോലെ തന്നെ കലാകായിക സാഹിത്യത്തിലെ അതും അതികഠിനമായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ മാത്സ്, മലയാളം, അതുപോലെ തന്നെ ഭരണരംഗത്തിലെ ചോദ്യങ്ങളെല്ലാം വളരെ കഠിനമേറിയ ചോദ്യങ്ങളായിരുന്നു. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവർ പറയുന്ന തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് എന്ന് പറയുമ്പം 65 മുതൽ 70 വരെ. അതൊരിക്കലും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് കട്ട് ഓഫ് അല്ല. സാധാരണ തൊഴിൽ വീതി ഇടുന്ന കട്ട് ഓഫിൽ നിന്ന് വളരെ കുറവ് കട്ട് ഓഫ് ആയിരിക്കും. സാധാരണ തൊഴിൽ വീതി ഇടുന്ന കട്ട് ഓഫിൽ നിന്ന് 5-6 മാർക്ക് കുറച്ചായിരിക്കും PSC ഇടുന്നത്. അതങ്ങനെയാണല്ലോ, നമ്മൾ പല ലിസ്റ്റും എടുത്തു നോക്കിയാൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്രയും കട്ട് ഓഫ് റേഞ്ച് കൂട്ടിയതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതിൻ്റെ കൂട്ട് പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഒരു 55-56 അതിലൊക്കെ താന്നേ കട്ട് ഓഫ് വരത്തുള്ളൂ. അതുപോലെ തന്നെ തൃശ്ശൂർ ഒരു 56 മുതൽ 62 അതിനിടയ്ക്കൊക്കെ തൃശ്ശൂർ ജില്ലയിൽ കട്ട് ഓഫ് വരത്തില്ല. കാരണം ഇത് LDC എക്സാമാണ്, അത്യാവശ്യം നിയമനം നടക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറഞ്ഞേ വരാൻ ചാൻസ് ഉള്ളൂ. ഇത്ര കൂടിയ കട്ട് ഓഫൊന്നും ഈ ജില്ലകളിൽ വരാൻ ചാൻസ് ഇല്ല. അതായത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുമ്പത്തെ കട്ട് ഓഫുകളും കാര്യങ്ങളും എല്ലാം പരിശോധിക്കുകയാണെങ്കിലും ഈ ഒരു ജില്ലകളിൽ കട്ട് ഓഫ് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലും കാസർഗോഡ് ജില്ലയിലൊന്നും 60 മേളിൽ പോലും കട്ട് ഓഫ് കയറിയിട്ടില്ല LDC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇത്രയും ഒരു ഇത് വരുവാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു മേബി ഒരു 63-64 വരാൻ ചാൻസ് ഉണ്ട്, ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്. പക്ഷേ എന്നിരുന്നാലും അത്രയൊന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം ഇതൊരു LDC എക്സാമാണ്. തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു? 56 പോയിൻ്റ് ആയിരുന്നു കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ്. 55.36 എടുത്തു പറയുവാണെങ്കിൽ അതിനകത്ത് 1000 പേരുടെ ലിസ്റ്റായിരുന്നു കഴിഞ്ഞ LDC എക്സാം തൃശ്ശൂർ ഇട്ടത്. അപ്പോൾ 1000 പേരുടെ ലിസ്റ്റ് ഇട്ടപ്പോൾ 55 ആയിരുന്നു കട്ട് ഓഫ് വരുന്നത്. ഈ വട്ടം ഒരു 55-നും 60-നും ഇടയിലാണ് ഒരു തൃശ്ശൂർ ജില്ലയിൽ കട്ട് ഓഫ് വരാൻ ചാൻസ് കൂടുതൽ 1000 പേരുടെ ലിസ്റ്റ് ഇടുവാണെങ്കിൽ. പിന്നെ പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കട്ട് ഓഫ് ലിസ്റ്റിലും പത്തനംതിട്ടയും അതുപോലെ തന്നെ
കാസർഗോഡ് ജില്ലയിൽ 51, 52 ആ റേഞ്ചിലാണ് നിന്നിരുന്നത്. ഈ വട്ടം ആ ഒരു റേഞ്ച് പിടിക്കും, അല്ലെങ്കിൽ 55 താഴാനൊക്കെ ആയിരിക്കും ചാൻസ് കൂടുതൽ. 50-നും 55-നും ഇടയിൽ, അല്ലെങ്കിൽ ഇച്ചിരി കൂടുവാണെങ്കിൽ തന്നെ 55-നും 60-നും ഇടയിലൊക്കെ പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് വരത്തുള്ളൂ. പത്തനംതിട്ട, കാസർഗോഡ് ജില്ലയിലെ കട്ട് ഓഫ് വരത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു തൊഴിൽ വീതിയുടെ ഒരു ഇത് കണ്ടപ്പോൾ കുറച്ച് കൂട്ടുകാർ ആശങ്കപ്പെട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കിയത്. നിങ്ങളൊന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ടതില്ല. അത്യാവശ്യം 60 മേളിൽ 60, 55 മേളിലൊക്കെ സ്കോർ ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളൊന്നുകൊണ്ട് ടെൻഷൻ അടിക്കുകയേ വേണ്ട. എന്തായാലും ലിസ്റ്റിൽ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയാണ് ലിസ്റ്റിൽ വരും. 60 മേളിലൊക്കെ 60, 58, 59, 60 ഉള്ള പത്തനംതിട്ടയിലെ കുറേ കൂട്ടുകാർ വിളിച്ചിരുന്നു. അവരൊക്കെ ഓൾറെഡി ലിസ്റ്റിൽ വരും. നിങ്ങൾ പേടിക്കുകയേ വേണ്ട. എന്തായാലും കട്ട് ഓഫും കാര്യങ്ങളും എത്ര പേരെ എടുക്കണം എന്നുള്ളതൊക്കെ PSC ആണ് തീരുമാനിക്കുന്നത്. PSCയുടെ അന്തിമ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴേ അറിയുന്നുള്ളൂ. അതുവരെ ഇങ്ങനെയുള്ള കട്ട് ഓഫിൻ്റെ ഇവരുടെയൊക്കെ പ്രഡിക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളതിൽ തടലിൽ അടുത്ത എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇനി വരുന്ന LSGSൻ്റെ എക്സാം ഉണ്ട്. നവംബർ 8-ന് ഡിഗ്രി ലെവൽ എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ LGS എഴുതുന്ന കൂട്ടുകാർക്ക് LGS എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA വരുന്നുണ്ട്. നിരവധി എക്സാംസാണ് വരുന്നത്. അതിനുവേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് പറയാനുള്ളത് നമ്മൾ അടുത്ത ഘട്ടം എഴുതുന്ന കൂട്ടുകാരാണ്. അടുത്ത ഘട്ടം എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുറച്ച് ക്ലാസ്സൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പല സബ്ജക്റ്റുമായിട്ട് കേരള ഭരണരംഗമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് ക്ലാസ്സൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഉടനെ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ്. അപ്പോൾ അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ വെക്കുക. ഉടനെ തന്നെ നമ്മുടെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ വേറെ ജില്ലകളിൽ പരീക്ഷ എഴുതാനിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അവർക്കൂടെ യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ക്ലാസ്സസ് നമ്മൾ ഉടനെ തന്നെ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ഗ്രൂപ്പിൽ ഞാൻ ഒന്ന് എടുത്തെടുത്ത് പറയുവാണ്, ടെലഗ്രാം ചാനലിലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ആ ടെലഗ്രാം ചാനലിലെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ അതിനകത്താണ് പെട്ടെന്ന് അപ്ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിലെ ഗ്രൂപ്പിനകത്താണ് ഇടുന്നത്. അതിപ്പം ഫൈനൽ കീ വന്നാലും കാര്യങ്ങളൊക്കെ വന്നാലും പെട്ടെന്ന് നമ്മൾ അതിനകത്താണ് ഇടുന്നത്. PSCയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എന്ത് PSC വന്നാലും നമ്മൾ പെട്ടെന്ന് അതിനകത്ത് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ ക്ലാസ്സസ് അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഇടുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം അന്നേരം അപ്ഡേറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. മാക്സിമം എല്ലാവരും ടെലഗ്രാം ചാനലിലെ ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത ഘട്ടം എഴുതുന്ന കൂട്ടുകാർക്കുള്ള ക്ലാസ്സസുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തി വെക്കണം. പിന്നെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തന്നെ ചെയ്തിടണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തണം. അതായത് തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് ഞാൻ പറഞ്ഞില്ല, തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് എത്രയാണ്? 65-70 അവർ പറയുന്നത്, 65-നും 70-നും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. അടുത്ത എക്സാംസൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പം എന്താ പറയുക, ഒരിക്കലും ഒരാളും ആദ്യത്തെ പരീക്ഷയ്ക്ക് ഒരിക്കലും ഒരു ലിസ്റ്റിലും വരില്ല. അത് നിങ്ങൾ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കണം. നമ്മളിപ്പം 45-ഉം 40-ഉം ഒക്കെ മാർക്ക് മേടിച്ച കൂട്ടുകാരുണ്ടായിരിക്കും. അവരത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ അത്രയും പഠിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് എത്താൻ പറ്റില്ല? അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ബേസ് ഐഡിയ ഉണ്ട്. അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടി പഠിച്ചാൽ അടുത്ത എക്സാമിന് നിങ്ങൾ ടോപ്പ് റാങ്കിൽ തന്നെ എത്തും. ഒരിക്കലും നിങ്ങൾ ഇപ്പോഴേ ഓർത്ത് വെച്ചോ, ഒരിക്കലും ഒരാളും ഫസ്റ്റ് പരീക്ഷയിൽ തന്നെ എഴുതി റാങ്ക് മേടിച്ച് ജോലി കയറില്ല. അവർ രണ്ടാമത് കയറില്ല. ഇപ്പം നിങ്ങൾ ഈ പഠിച്ചത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അടുത്ത എക്സാമിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയോ ഉടനെ തന്നെ അടുത്ത എക്സാമിന് നമുക്ക് ഉന്നത റാങ്കുകളിൽ എത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സും എല്ലാം നമ്മൾ ചാനലിൽ ഇടുന്നതാണ്. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളോടെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.